പ്രിയമുള്ളവരെ, വചനജ്വാല 1409 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 10 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഭാഷിതങ്ങൾ 22 അധ്യായം 1 മുതൽ 29 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക. സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. ദയ സ്വർണത്തെയും വെള്ളിയേക്കാൾ വിലയേറിയതാണ്. ധനികരും ദരിദ്രരും ഒരു കാര്യത്തിൽ തുല്യരാണ്. ഇരുകൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അല്പബുദ്ധി മുൻപോട്ട് പോയി ദുരന്തം വരിക്കുന്നു. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. വികടബുദ്ധികളുടെ മാർഗം മുള്ളുകളും കെണികളും നിറഞ്ഞതാണ്. കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ധനികൻ ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്നു. കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ്. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. അവന്റെ കോപതണ്ട് പ്രയോജനപ്പെടുകയില്ല. ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാണ്. എന്തെന്നാൽ അവൻ തന്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവയ്ക്കുന്നു. പരിഹാസകനെ ആട്ടിയോടിക്കുക. കലഹം വിട്ടുപോകും. വഴക്കും ശകാരവും അവസാനിക്കുകയും ചെയ്യും. ഹൃദയ നൈർമല്യത്തെ സ്നേഹിക്കുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവൻ രാജാവിന്റെ മിത്രമാകും. കർത്താവിന്റെ കണ്ണുകൾ ജ്ഞാനത്തെ കാത്തു സൂക്ഷിക്കുന്നു. അവിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് തകിടം മറിക്കുന്നു. അലസൻ പറയുന്നു, പുറത്ത് സിംഹമുണ്ട്, തെരുവിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടും. ദുശ്ചരിതയായ സ്ത്രീയുടെ വായ് അഗാധമായ ഗർത്തമാണ്. കർത്താവിന്റെ കോപത്തിനിരയായവൻ അതിൽ നിപതിക്കും. ശിശുവിന്റെ ഹൃദയത്തിൽ ഭോഷത്വം കെട്ടുപണഞ്ഞു കിടക്കുന്നു. ശിക്ഷണത്തിൽ വടി അതിനെ ആട്ടിയോടിക്കുന്നു. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷികം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിപതിക്കുകയേയുള്ളൂ. ജ്ഞാനികളുടെ ആപ്തവാക്യങ്ങൾ. ജ്ഞാനികളുടെ വാക്ക് സശ്രദ്ധം കേൾക്കുക. ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക. അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അതരങ്ങളിൽ ഒരുക്കി വെക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രകരമായിരിക്കും. കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഉപദേശവും വിജ്ഞാനവും അടങ്ങുന്ന 30 സൂക്തങ്ങൾ നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക വിധം സത്യവും ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവ. നിസ്സഹായൻ എന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. കോപശീലനോട് സൗഹൃദം പാടില്ല. രോഷാകുലനോട് ഇടപെടുകയുമരുത്. അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും. അന്യർക്ക് വേണ്ടി വാക്കുകൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത്. കടം വീട്ടാൻ വകയില്ലാതെ
ആയി നിന്റെ കിടക്ക പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതെന്തിന്? പിതാക്കന്മാർ പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള അതിർത്തിക്കല്ലേ മാറ്റരുത്. ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ, അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവന് സാധാരണക്കാരോട് കൂടെ നിൽക്കേണ്ടി വരികയില്ല. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് 7 സഹോദര രക്തസാക്ഷിയെയും അമ്മയായ ഫെലിച്ചിത്താസിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ആന്റോണിനോസ് ചക്രവർത്തിയുടെ കാലത്ത് റോമായിൽ വെച്ച് നടന്ന കരളലിയിക്കുന്ന ഒരു സംഭവത്തിന്റെ ചരിത്രമാണിത്. ഫെലിച്ചിത്താസ് എന്നൊരു വിധവയ്ക്ക് 7 മക്കൾ ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം ഈ വിധവ തന്റെ കുട്ടികളെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവഭക്തിയിലും വളർത്തിക്കൊണ്ടുവന്നു. ഇവരുടെ സന്മാതൃക കണ്ട് വിജാതീയർ പലരും ക്രിസ്തുമതം ആശ്ലേഷിക്കാനിടയായി. ഇത് വിജാതീയ പുരോഹിതരെ പ്രകോപിപ്പിക്കുകയും ഫെലിച്ചാസിനെതിരെ ചക്രവർത്തിയുടെ അടുക്കൽ അവർ ആവലാതിപ്പെടുകയും ചെയ്തു. അവരുടെ ക്രിസ്തുമത ഭക്തി ദേവന്മാരുടെ ആരാധനയിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിനാൽ ദേവന്മാരുടെ സഹായം സാമ്രാജ്യത്തിന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പരാതിപ്പെട്ടു. ഈ സ്ത്രീയോടും മക്കളോടും ഈ ദേവന്മാരെ ആരാധിക്കണമെന്ന് ചക്രവർത്തി ആജ്ഞാപിച്ചാലേ സാമ്രാജ്യത്തിന് ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ എന്ന് അവർ വാദം മുഴക്കി. പുരോഹിതന്മാരുടെ ഇഷ്ടം നിറവേറ്റിക്കൊടുക്കാൻ റോമായിലെ പ്രീഫെക്റ്റായിരുന്ന പുബ്ലിയൂസിനോട് ചക്രവർത്തി ആജ്ഞാപിച്ചു. അദ്ദേഹം ഫെലിച്ചിത്താസിനെയും 7 മക്കളെയും അറസ്റ്റ് ചെയ്തു. മധുരവാഗ്ദാനങ്ങൾ ഫലിക്കാതായപ്പോൾ പ്രീഫെക്റ്റ് പറഞ്ഞു, ഫെലിച്ചിത്താസ് മക്കളോട് ദയ കാണിക്കുക, അവർ യുവാക്കളാണ്, വലിയ സ്ഥാനമാനങ്ങൾ അവരെ കാത്തിരിക്കുന്നു. പുണ്യവതിയായ അമ്മ പ്രതിവചിച്ചു, അങ്ങയുടെ കാരുണ്യം ക്രൂരതയാണ്. അങ്ങ് ഉപദേശിക്കുന്ന ഈ കാരുണ്യം എന്നെ ക്രൂരയായ ഒരമ്മയാക്കും. അനന്തരം മക്കളുടെ നേരെ തിരിഞ്ഞ് അവൾ പറഞ്ഞു, എൻ്റെ മക്കളെ, ഈശോയും അവിടുത്തെ വിശുദ്ധരും സ്വർഗത്തിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നു. അവിടേക്ക് നോക്കുവിൻ. അവിടത്തോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുവിൻ. നിങ്ങളുടെ ആത്മാക്കൾക്കായി നിങ്ങൾ ധീരതാപൂർവം സമരം ചെയ്യുവിൻ. പുബ്ലിയൂസ് 7 പേരെയും തനിച്ച് വിളിച്ച് ദേവന്മാരെ ആരാധിക്കാൻ ഉപദേശിച്ചു. 7 പേരും നിത്യാഗ്നിയിൽ പോകുന്നതിനേക്കാൾ രക്തസാക്ഷിത്വത്തെ സ്വാഗതം ചെയ്തു. മൂത്ത മകൻ ജാനുവാരിയൂസ് ഗദ കൊണ്ട് അടിച്ചു കൊല്ലപ്പെട്ടു. ഫെലിക്സിനെയും ഫിലിപ്പിനെയും അതുപോലെ തന്നെ ഗദ കൊണ്ട് അടിച്ചു കൊന്നു. സിൽവാനൂസിനെ ഒരു മലയുടെ മുകളിൽ നിന്ന് കീഴോട്ട് തള്ളിയിട്ടു. അലക്സാണ്ടർ, വെറ്റാലിസ്, മാർഷിയാലിസ് എന്നീ 3 പേരുടെ ശിരസ് ഛേദിച്ചാണ് കൊലപാതകം ചെയ്തത്. 4 മാസം കഴിഞ്ഞ് അമ്മയെയും അങ്ങനെ തന്നെ വധിച്ചു. പ്രിയമുള്ളവരെ, ഫെലിച്ചിത്താസ് തങ്ങളുടെ മക്കളെ വളർത്തിയതുപോലെ സുഹൃതത്തിൽ ഉറച്ചു നിൽക്കാൻ മാതാപിതാക്കന്മാരായ നാം മക്കൾക്ക് ശിക്ഷണം നൽകുകയാണെങ്കിൽ ക്രൈസ്തവ ലോകം സ്വർഗമായി മാറും. ജീവിതം അതിവേഗം കടന്നു പോകുന്നു. തന്നിമിത്തം എങ്ങനെ ജീവിക്കണമെന്നതിനേക്കാൾ കൂടുതലായി എങ്ങനെ മരിക്കണമെന്ന് നാം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ധീരരായ 7 സഹോദര രക്തസാക്ഷിയായി അമ്മയായ ഫെലിച്ചിത്താസിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.